നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള നിതിൻ എന്ന് പറയുന്ന 22 വയസ്സുള്ള യുവാവ് കണ്ണൂരിലെ ഡെന്റൽ കോളേജിലേക്ക് പഠിക്കാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയത് നിതിൻ്റെ ചേതനയേറ്റ ശരീരമാണ്. അച്ഛനടക്കം പറയുന്നുണ്ട്, വേഗം പഠനം കഴിഞ്ഞ് ഒരു ജോലി നേടണം, പുതിയ വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിട്ടാണ് ആ മിടുമിടുക്കൻ പോയത്. പക്ഷേ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, പ്രത്യേകിച്ച് കോളേജിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്രൂരതകളാൽ ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. അല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടല്ലായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ് ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എൻ്റെ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുശേഷം എൻ്റെ അടുത്ത് യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമോ. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ച്, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ച് നടന്ന് ചെയ്യിക്കുന്നു, അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ്. ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കണം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു, ക്ലാസ്സിൽ 100-99 പേരും തൻ്റെ അടിമയായിരിക്കും. ഇത് ഒരു സുഹൃത്തിന് അയച്ച സന്ദേശം എന്ന രീതിയിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ പറയുന്നുണ്ട്, തൻ്റെ അമ്മയുടെ സർജറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം മറ്റുള്ള സഹപാഠികളുടെ മുമ്പിൽ വെച്ച് അത് പറഞ്ഞ് ചിരിക്കുക, അത് പറഞ്ഞ് പരിഹസിക്കുക. അതുപോലെ സ്റ്റാഫ് റൂമിൽ കൃത്യമായി പറയുന്നുണ്ട്, സ്റ്റാഫ് റൂമിൽ കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലം എന്നാണ്, സ്റ്റാഫ് റൂം എന്ന് പോലും പറയാൻ പറ്റില്ല. കൂട്ടമായി ആക്രമിക്കുന്ന സ്ഥലമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഒരാളോടാണ്, ഒരു പക്ഷേ അതേ കോളേജിലുള്ള സഹപാഠിയോടായിരിക്കാം പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് പറയാം, ഇത്തരത്തിൽ ആ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഇത്തരത്തിൽ അവർക്ക് താല്പര്യമില്ലാത്ത വിദ്യാർത്ഥികളെ കൂട്ടമായി വിളിച്ചു വരുത്തി ആക്രമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവരെ നമുക്ക് അധ്യാപകർ എന്ന് പോലും പൂർണ്ണമായിട്ട് നമുക്ക് വിളിക്കാൻ പോലും സാധിക്കില്ല. കാരണം വിദ്യ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ ഇത്തരത്തിൽ വളരെ ക്രൂരമായി ജാതി അധിക്ഷേപം നടത്തുക, നിറത്തിൻ്റെ പേരിൽ കളിയാക്കുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുക, ഒപ്പം തന്നെ ഒരു സ്വന്തം അമ്മയുടെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് വരെ ആ ക്ലാസ്സിൽ എണീപ്പിച്ച് നിർത്തി ആ കുട്ടിയെ ഇത്തരത്തിൽ കളിയാക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ അധ്യാപകർ എന്ന് പറയുന്നത് അവരുടെ വ്യക്തിത്വം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഇവർക്കൊക്കെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ തന്നെ എന്ത് യോഗ്യതയാണ് എന്നുള്ളത് കൂടി നമുക്കിവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഒരുപാട് കാര്യങ്ങളാണ് നിതിൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. ആദ്യം റാഗിങ് സീനിയർ വിദ്യാർത്ഥികളുടെ അടുത്ത് നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ ക്രൂരത നേരിട്ടിരിക്കുന്നത് അധ്യാപകരിൽ നിന്നാണ്. അധ്യാപകരെ എടുത്ത് പറയുന്നുണ്ട്. മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോഴൊക്കെ തന്നെ ആ മാതാപിതാക്കൾ തളർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2 സഹോദരിമാരാണ് നിതിനുള്ളത്. അവരൊക്കെ തന്നെ വളരെ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന നിമിഷമാണെങ്കിലും അവരുടെ അനിയൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ മാധ്യമങ്ങളോട് അത് തുറന്നു പറയുന്നുണ്ട്. അമ്മ ആംബുലൻസിൽ മകൻ്റെ മൃതദേഹം കൊണ്ട് വന്ന് ഇറക്കുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അച്ഛൻ പൊട്ടി കരയുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. നമുക്ക് ഓർമ്മ കാണും, വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിങ്ങിന് ഇരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിൻ്റെ അച്ഛനും ഇതുപോലെ കരഞ്ഞതാണ്. അന്നും സിദ്ധാർത്ഥ് അനുഭവിച്ചത് മറ്റുള്ള സീനിയർ വിദ്യാർത്ഥികളിൽ നിന്നുള്ള ക്രൂരതയായിരുന്നെങ്കിൽ
ഇന്ന് നിതിൻ എന്ന് പറയുന്ന പേര് മാത്രമാണ് ഇവിടെ മാറുന്നുള്ളൂ. നിതിൻ അനുഭവിച്ചിരിക്കുന്നതും അതേ ക്രൂരതകൾ തന്നെയാണ്. ഇപ്പോൾ അച്ഛനടക്കം സംസാരിച്ചപ്പോൾ അവൻ മരിച്ചതാവില്ല, അവൻ ആത്മഹത്യ ചെയ്തതാവില്ല, അവനെ കൊന്നതായിരിക്കും എന്നുള്ള ഒരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. പല സംഭവങ്ങളുണ്ടായിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും നിന്നിട്ടുള്ള മകനാണ്, അവൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് അച്ഛൻ പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കോളേജിലെ 2 അധ്യാപകരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, സംഭവത്തിൽ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അധ്യാപിക ഡോക്ടർ KT സംഗീത നമ്പ്യാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ റാം എന്ന് പറയുന്ന അധ്യാപകൻ കാണിച്ചിട്ടുള്ള ഈ പേര് ഇടയ്ക്കിടയ്ക്ക് തന്നെ എടുത്തു പറയുന്നുണ്ട്. ആ സഹോദരി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ഈ റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെ കുറിച്ച് എടുത്തു പറയുന്നുണ്ട്. പുഴുത്ത പട്ടി എന്ന് വരെ വിളിച്ചിട്ടാണ് ഈ യുവാവിനെ അധിക്ഷേപിച്ചിരിക്കുന്നത്. സ്വന്തം പിതാവ് പറയുന്നുണ്ട്, ഒരു തവണ വിളിച്ചപ്പോൾ ഈ ഒരു ആ അധ്യാപകൻ ആ അച്ഛനെയും മോശമായി അധിക്ഷേപിച്ചു എന്ന് ആ അച്ഛൻ ഇപ്പോൾ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വരെ വെച്ചിട്ടാണ് നിതിനെ വളരെ പരസ്യമായി തന്നെ ജാതീയ അധിക്ഷേപം നടത്തിയിരിക്കുന്നത്. ഈ 21ാം നൂറ്റാണ്ടിലും ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ജാതീയ അധിക്ഷേപം നടക്കുമ്പോൾ നമ്മൾ പറയും, അങ്ങോട്ട് നോക്കൂ, നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കൂ, അവിടെയാണ് ഉള്ളത്, ഇവിടെയാണുള്ളത് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ വിദ്യാർത്ഥി 22 വയസ്സുള്ള നിതിനും ഈ അനുഭവിച്ചിരിക്കുന്നതും 1ഉം 2ഉം ക്രൂരതകളല്ല. അച്ഛൻ്റെ പേര് പറഞ്ഞു, അച്ഛൻ്റെ ജോലിയെ പറഞ്ഞും, സ്വന്തം നിറത്തെ ചൊല്ലിയും, സ്വന്തം ജാതി പറഞ്ഞൊക്കെ തന്നെ ക്രൂരമായുള്ള മാനസിക പീഡനമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. പരീക്ഷയ്ക്ക് തോൽപ്പിക്കുമെന്നും പരാതിപ്പെട്ടാൽ നിന്റെ ബോഡിയാകും ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരികയെന്നും ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിയിരുന്നതായി നിതിൻ്റെ സഹോദരി ഭർത്താവും പറയുന്നുണ്ട്. നിതിനും ഈ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പുറത്തിറങ്ങിയ നിന്റെ കൈയും കാലും വെട്ടുമെന്ന്. ആ പറഞ്ഞ വാക്കുകൾ അച്ചട്ടായി ഇപ്പോൾ ജീവനറ്റ നിതിൻ്റെ ശരീരം തന്നെയാണ് ആ കോളേജിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വന്നിരിക്കുന്നത്. അതിൻ്റെ ഓഡിയോ സന്ദേശങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആര്യനാടാണ് നിതിൻ്റെ വീട്. അച്ഛൻ പെയിൻറ്റിങ് തൊഴിലാളിയാണ്. അമ്മ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ ചെയ്യുകയാണ്. ഏക മകനാണ്. 2 ചേച്ചിമാരാണുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച നിലയിൽ നിതിനെ കണ്ടെത്തുന്നത്. അന്ന് രാവിലെ 11 വരെ നിതിൻ രാജ് വീട്ടിലേക്ക് വിളിച്ച് അച്ഛനോടും സഹോദരിമാരോടും സംസാരിച്ചിരുന്നു. വൈകിട്ടുള്ള ട്രെയിനിൽ വീട്ടിലേക്ക് തിരിക്കാൻ ടിക്കറ്റ് എടുത്തതായും അറിയിച്ചിരുന്നു. ഇതിനുശേഷം എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല. അതായത് വീട്ടിലേക്ക് വരെ വരുമെന്ന് പറഞ്ഞു, 11 മണിക്ക് വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ടാണ് നിതിൻ മരിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിനുള്ളിൽ എന്ത് സംഭവിച്ചു? നിതിൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ, അല്ലെങ്കിൽ ആ അച്ഛൻ ഉന്നയിച്ചതുപോലെ ആത്മഹത്യ ചെയ്തതല്ലേ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥി താമസിച്ചിരുന്ന ഹോസ്റ്റൽ ഒരു തടവറ പോലെയാണെന്നാണ് ബന്ധു പ്രതികരിക്കുന്നത്. കാരണം 2 മാസം മുമ്പ് വരെ നിതിന് പനിച്ച് വിറച്ചവിടെ കിടന്നപ്പോൾ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് മാറ്റി. ആ ദിവസങ്ങളിൽ സഹപാഠികളെ അകറ്റി നിർത്തി. അവരുമായുള്ള ആശയവിനിമയം പോലെ ഹോസ്റ്റൽ അധികൃതർ തടഞ്ഞുവെന്നും നിതിൻ രാജിൻ്റെ സഹോദരി രാഖിയുടെ ഭർത്താവ് പ്രതികരിക്കുന്നുണ്ട്. വിവരമറിഞ്ഞ് ഈ അശോക് കുമാറും ചില ബന്ധുക്കളും അഞ്ചരക്കണ്ടിയിൽ എത്തിയിരുന്നു. പറഞ്ഞറിയിക്കാനാകാത്ത പീഡനങ്ങളാണ് കോളേജ് അധികൃതരിൽ നിന്നും ചില വിദ്യാർത്ഥികളിൽ നിന്നും നേരിട്ടത്. റാഗിങ്ങും ജാതി അധിക്ഷേപവും നിറം പറഞ്ഞുള്ള അധിക്ഷേപവും നിരന്തരമുണ്ടായി. അവരെ ഒറ്റപ്പെടുത്തുന്ന സമീപനമുണ്ടായി. പരാതികളൊന്നും തന്നെ പക്ഷേ അധികൃതർ ചെവി കൊണ്ടില്ല. സ്ഥിതി രൂക്ഷമായപ്പോൾ അവന് പഠനം മതിയാക്കി വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിയിരുന്നു. അപ്പോൾ അവനെ മറ്റുള്ളവർ, അവൻ്റെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ സമാധാനിപ്പിച്ച് പഠനം തുടരാൻ പ്രേരിപ്പിച്ചു. ഈ ഘാതകന്മാരുടെ ഇടയിലേക്കാണല്ലോ ഞങ്ങളുടെ കുട്ടിയെ വിട്ടുകൊടുത്തതെന്ന് വളരെ തേങ്ങലോടെ ഇതിൻ്റെ സഹോദരിയുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. ഏതായാലും ചില സീനിയർ വിദ്യാർത്ഥികളും പീഡിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ ആരൊക്കെ, എന്തൊക്കെ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ ഉറപ്പായിട്ടും പുറത്തു വരണം. ഈ അധ്യാപകർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുത്തേ മതിയാകൂ. ഇവരൊന്നും വിദ്യ അഭ്യസിച്ചു കൊടുക്കാൻ യാതൊരു തരത്തിലും അർഹതയില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. വളരെ മിടുക്കനായിരുന്നു. +2 ശേഷം 4 വർഷം പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുത്താണ് കഴിഞ്ഞ വർഷം നിതിൻ രാജ് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പ്രവേശനം നേടിയത്.
മാനേജ്മെൻറ്റ് സീറ്റിലല്ലെങ്കിലും മറ്റ് ഫീസ് ഇനങ്ങളിലായി 30,000-ഓളം രൂപ തുടക്കത്തിൽ ചെലവായിട്ടുണ്ടായിരുന്നു. വാടക വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. ഈ പറയുന്ന നിതിൻ രാജ് ചാടി മരിച്ചു എന്ന് പറയുന്ന ആശുപത്രി കെട്ടിടത്തിൻ്റെ ഇടനാഴിയിലൂടെ മുകളിലത്തെ നിലയിലേക്ക് പോകുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ആന്തരിക രക്തസ്രാവമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളടക്കം പുറത്തു വരണം. നിതിൻ രാജ് വെള്ളിയാഴ്ച 12:30 ക്ലാസ്സിൽ കയറാതെ പുറത്തു നിൽക്കുന്നത് കണ്ടതായും കോളേജ് അധികൃതർ പറഞ്ഞു. കോളേജിന് പുറത്ത് ചില സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച പ്രശ്നങ്ങളും കേസും ഉള്ളതായി, കോളേജിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നാണ് ഡെന്റൽ കോളേജ് പ്രിൻസിപ്പൽ വിനോദ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊക്കെ എത്രത്തോളം നമുക്ക് വിശ്വസനീയമാണ് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ആ കുട്ടി അനുഭവിച്ചിരിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ആ കുട്ടി തന്നെ പലപ്പോഴും സ്വന്തം അച്ഛനോടും അമ്മയോടും വിളിച്ചു പറയുന്നു. ആ സുഹൃത്തിനെ അയച്ച ഓഡിയോ സന്ദേശം തന്നെ ധാരാളമാകാം. തീർച്ചയായിട്ടും ഇപ്പോൾ കുറ്റവാളികൾ ആരാണെങ്കിലും കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് വെള്ള പൂശാനായിട്ടുള്ള പല ശ്രമങ്ങളും ഉണ്ടാക്കും. പക്ഷേ അതൊന്നും പാടില്ല. കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുകയാണ്. സിദ്ധാർത്ഥിന് സംഭവിച്ചത് തന്നെയാണ് ഈ വിദ്യാർത്ഥിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും ആർക്കെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.